നമസ്കാരം. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ആയിരുന്നല്ലോ റദ്ദാക്കിയിരുന്നത്. അതിനുശേഷം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഈ ഒരു വിഭജനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അവിടെ ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക് 2 പ്രദേശങ്ങളിലെയും ആദ്യ തെരഞ്ഞെടുപ്പ് അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല ഉറ്റുനോക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പൊതുസമൂഹവും ലോകമെമ്പാടും തന്നെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന ജമ്മു കാശ്മീരിലെ ആളുകൾക്കും അവരെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിനും ആർട്ടിക്കിൾ 370 പ്രകാരം കൽപ്പിച്ചു കൊടുത്തിരുന്ന പ്രത്യേക പദവി റദ്ദാക്കി ആ ജനതയെയും ഭൂപ്രദേശത്തെയും തങ്ങളുടെ കാഴ്ചവെട്ടിൽ കൊണ്ടുവരിക എന്നത് RSS പ്രതിദാനം ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വത്തിന്റെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ BJP നയിക്കുന്ന 2ാം മോദി സർക്കാർ ആ ലക്ഷ്യം കരസ്ഥമാക്കിയെന്ന് തന്നെ പറയാം. ഭരണഘടനാ അട്ടിമറിയിലൂടെ നേടിയെടുത്ത ആ ലക്ഷ്യം ഉറപ്പിക്കാൻ ജമ്മു കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയയെ മൊത്തത്തിൽ മരവിപ്പിക്കാതെയും ആ ഭൂപ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ പട്ടാള ഭരണം നടപ്പിലാക്കാതെയും സാധിക്കില്ലെന്ന് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇതിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന BJPയുടെ ലക്ഷ്യം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രപരമായുള്ള ആ ജനതയോടുള്ള അധിനിവേശമോ മറ്റു കാര്യങ്ങൾ മാത്രമല്ല, ചില കോർപ്പറേറ്റ് താല്പര്യങ്ങളും ഇതിനുള്ളിൽ നിഴലിക്കുന്നുണ്ട്. ഈ കുറച്ചു കാലം കൊണ്ട് തന്നെ അത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യവുമാണ്. നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന സൗഹൃദ മുതലാളിത്ത താല്പര്യങ്ങൾക്ക് പലതരത്തിലുമുള്ള സാമ്പത്തിക സവിശേഷതകളുള്ള ആ ഭൂപ്രദേശത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു കൊടുക്കുന്നത് കൂടിയായിരുന്നു ഈ ഭരണഘടന അട്ടിമറിയുടെ പ്രഥമ ലക്ഷ്യം. ഒരു ജനതയുടെ പൗരാവകാശങ്ങളും കേവല സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് മുന്നോട്ട് പോകാൻ ഭരണഘടനയും അത് നിഷ്കർഷിക്കുന്ന നിയമവാഴ്ചയും അനുവദിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് സെപ്റ്റംബർ 18-ന് തുടങ്ങാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ സാധ്യമാക്കുന്നത്. ജമ്മു കാശ്മീരിലെ പല മേഖലകളിലും കിട്ടിയേക്കാവുന്ന വിലപ്പെട്ട ലിഥിയം നിക്ഷേപത്തിൽ നോട്ടമിട്ടിരിക്കുന്ന വൻ കോർപ്പറേറ്റുകൾ BJPയുടെ പിളർന്ന രാഷ്ട്രീയത്തിൽ കൈകടത്തി നിക്ഷേപിക്കാൻ താല്പര്യപ്പെട്ട് തയ്യാറായി നിൽക്കുമ്പോൾ യോജിപ്പിന്റെ മേഖലകൾ വിസ്മരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ജനാധിപത്യത്തിനും ദേശീയ ഐക്യത്തിനും ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും എതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾ അവഗണിച്ചു കളയാനാവുന്ന ഒന്നല്ല.